ഏകദേശം ഒരു 50,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ അത് ഓരോ മാസത്തിലും നൽകണോ അതോ അവസാനത്തിൽ നൽകിയാൽ മതിയോ എന്നാണോ? അതായത് ശമ്പളത്തിന്റെ സക്കാത്ത് കൊല്ലത്തിലൊരിക്കൽ അവനാകെ കിട്ടിയ ശമ്പളം അവന്റെ അത്യാവശ്യമായ ചെലവ് കഴിച്ച് മിച്ചം ഉണ്ടെങ്കിൽ ഒരു 65,000 ഉറുപ്പിക എങ്കിലും മിച്ചമുണ്ടെങ്കിൽ കൊടുത്താൽ മതിയാവുന്നത് അത്രയേ ഉള്ളൂ. അത് അങ്ങനെ കൊടുത്താൽ മതിയാവുന്നതാണ്. എന്നാൽ ചില ആളുകൾ ഇപ്പൊ 1,00,000 ഉറുപ്പിക ശമ്പളം കിട്ടുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു കൊല്ലം 12 ലക്ഷം ഉറുപ്പിക കിട്ടും. അദ്ദേഹത്തിന്റെ സക്കാത്തിന്റെ ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ ഈ 12 ലക്ഷത്തിൽ ഒരു 3 ലക്ഷം അദ്ദേഹത്തിന്റെ ചെലവായി കഴിഞ്ഞ് ഞാൻ സാങ്കല്പികമാണ് പറയുന്നത്, അദ്ദേഹത്തിന്റെ കയ്യിൽ ബാക്കിയുള്ള 8 ലക്ഷത്തിന് വലിയൊരു സംഖ്യ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടല്ലോ. അപ്പൊ അത്രയും സംഖ്യ കൊല്ലത്തിൽ ഒരിക്കൽ ഒന്നിച്ചു കൊടുക്കാൻ ഒരു പ്രയാസമാണെന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഓരോ മാസവും സക്കാത്ത് അതിന്റെ 2.5% മാറ്റി വെക്കുന്നതിന് കുഴപ്പമില്ല. അത് കൊടുത്തിട്ടോ അല്ലെങ്കിൽ സക്കാത്ത് ഫണ്ടിൽ നിക്ഷേപിച്ചിട്ടോ ആവുന്നതിന് ഒരു സൗകര്യമാണ് എന്ന് മാത്രം. ശമ്പളത്തിന്റെ സക്കാത്ത് മാസാമാസം കൊടുക്കണം എന്നില്ല. അത് കൊല്ലത്തിലൊരിക്കൽ, അത് അവന്റെ വരുമാനമാണ്, അത് കൊല്ലത്തിലൊരിക്കൽ കൊടുത്താൽ മതി. കൃഷിയുടേത് മാത്രമാണ് വിളവെടുക്കുമ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞത്. ബാക്കിയൊക്കെ കൊല്ലത്തിലൊരിക്കലാണ്.